അർജുനും ശ്രീതു അപ്പം നൈറ്റ് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അർജുൻ ശരിക്കും പറഞ്ഞാൽ ശ്രീതുവിനെ കളിയാക്കുകയായിരുന്നു ഫുൾ ടൈം. മെയിനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അർജുൻ്റെ ടീമൊക്കെ ആയിട്ട് ഡീൽ ഉറപ്പിക്കും, എന്നിട്ട് ശ്രീതു മാറ്റി കളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് തന്നെയാണ് പ്രശ്നമായിട്ടുള്ളത്. പക്ഷെ അർജുൻ അത് കഴിഞ്ഞിട്ട് വന്നിരുന്ന് ശ്രീതുവിനോട് മിണ്ടുന്നുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, നീ എങ്ങനെ ചെയ്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഗെയിമിൽ എല്ലാത്തിലും ജയിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം ഇതിൽ ജയിച്ചു, അല്ലെങ്കിൽ ടിക്കറ്റ് ഫിനാലെ കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി, എല്ലാം ഓക്കെ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് പ്രേക്ഷകരാണ് വോട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ക്യാരക്ടർ ഇവിടെ എക്സ്പോസ് ആവാൻ പാടില്ല എന്നുള്ള രീതിയിൽ അർജുൻ ശ്രീധുവിനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ശ്രീധുവിന്റെ ക്യാരക്ടർ സ്റ്റാൻഡിൽ നിന്ന് വേറൊരു സ്റ്റാൻഡ് എടുത്തു എന്നുള്ള രീതിയിൽ വരുമ്പോൾ എക്സ്പോസ് ആവും എന്നുള്ള രീതിയിൽ അപ്പൊ അർജുൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ശ്രീധുവിന് എന്തായാലും അത് എന്താ നിമിഷം ചെയ്ത് ആ കുളമായി എന്നൊരു തോന്നൽ ശ്രീധുവിനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ സംസാരിക്കുമ്പോൾ ശ്രീധുവിന്റെ സംസാരത്തിൽ നിന്ന് അത് തന്നെയാണ് മനസ്സിലാവുന്നത്. എന്നിട്ട് അർജുൻ പറയുന്നുണ്ട് ശ്രീധുവിനോട്, ഇപ്പൊ ഞാൻ വല്ലായിരുന്നു ഇത് ചെയ്തിരുന്നെങ്കിൽ ഒരാഴ്ചത്തേക്ക് മിണ്ടാൻ വരില്ല, പിന്നെ ഒരിക്കലും ഇത് മിണ്ടാൻ വരില്ലായിരുന്നു, ഇങ്ങനെയിരുന്ന ഒരു മിണ്ടിൽ തന്നെ ഉണ്ടാവുമോ എന്ന് അറിയില്ലായിരുന്നു. എനിക്ക് പിന്നെ അതൊന്നും കുഴപ്പമില്ല, എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല, ഞാൻ വരും മിണ്ടാനൊക്കെ എന്നൊക്കെ ആയിട്ട് അർജുൻ ശ്രീധുവിനോട് പറയുന്നുണ്ടായിരുന്നു. അർജുൻ പറയുന്നുണ്ട് കത്തി കൊണ്ട് കുത്തോ ചെയ്തെന്നൊക്കെ ഉള്ള രീതിയിൽ ശ്രീധുവിന് ഒരുപാട് ആക്കുന്നുണ്ടായിരുന്നു അർജുൻ. ശ്രീധുവിനോട് പിന്നെ എല്ലാം ആലോചിച്ചിട്ട് ചെയ്യാനൊക്കെ അർജുൻ പറയുന്നുണ്ട്. ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അപ്പൊ അതിനൊന്നും ആലോചിക്കണമെന്നും ഇപ്പൊ പറയുന്നുണ്ടോ, ഇന്നത്തെ ദിവസം വേണ്ടായിരുന്നു, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ദിവസം ഇന്നത്തെ ദിവസമാണെന്നൊക്കെ ശ്രീധു പറയുന്നുണ്ട്. അപ്പൊ ശ്രീധുവിനൊക്കെ വിഷമമൊക്കെ ഉണ്ട്. ടീമപ്പ് ആവുമ്പോൾ അങ്ങനെയല്ലേ കളിക്കാൻ പറ്റൂന്നൊക്കെ ഇടയ്ക്ക് ശ്രീധു പറയുന്നുണ്ട്. അപ്പോഴും അത് കഴിഞ്ഞിട്ട് അർജുൻ പറയുന്നുണ്ട് അവനവന്റെ സ്റ്റാൻഡിൽ നിൽക്കണ ആരും കാര്യങ്ങളൊക്കെ. അപ്പൊ ശ്രീധുവിന് അങ്ങനെയൊക്കെ കൊള്ളുന്നുണ്ട്. അർജുനാണെങ്കിൽ അപ്പൊ ടീമിന് വേണ്ടി നിൽക്കില്ലേ എന്നൊക്കെ ശ്രീധു ചോദിക്കുന്നുണ്ട്. അപ്പൊ അർജുൻ പറയുന്നുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ലാത്ത കാര്യം ഞാൻ ഏക്കില്ലെന്നൊക്കെ, എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ പറ്റില്ലെന്ന് പറയും എന്നൊക്കെയുള്ള രീതിയിലാണ് അർജുൻ സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ ഇതെല്ലാം കേൾക്കണ്ടല്ലോ, എന്ത് കഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ശ്രീധു പറയുന്നുണ്ട്. എന്തായാലും പറ്റിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ശ്രീധു അർജുനെ മയക്കെടുത്ത് ഒളിപ്പിച്ചു വയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അർജുൻ മയക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ശ്രീധു അർജുനെ ഷെയ്ക്കാനൊക്കെ കൊടുക്കുവാണ്. അപ്പൊ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഒന്നിനല്ല സോറി ആണോന്നപ്പോ അർജുൻ ചോദിക്കുന്നുണ്ട്. സോറി ഒന്നും അല്ലാന്നപ്പോ ശ്രീധു പറയുന്നുണ്ട് എനിക്ക് വേണ്ടാന്ന് പറയും അർജുൻ. അപ്പൊ വീണ്ടും ഷെയ്ക്കാൻ കൊടുക്കും, അതിനെ തിരിച്ചെടുക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ആ പ്രശ്നം അവിടെ സോൾവ് ആയിട്ടുണ്ട്.